ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാഹ് നമ്മളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തേത് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളൊരു വ്ളോഗാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആമസോണിൽ നിന്ന് മീഷോ എന്നൊക്കെ വാങ്ങിച്ചത്. അപ്പോൾ ആ കുറച്ച് സാധനങ്ങളും ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും നാട്ടിൽ നിന്ന് വരുമ്പം ഇവിടുന്ന് നമുക്ക് എക്സ്പെൻസീവ് ആണ് അല്ലെങ്കിൽ കിട്ടുന്നില്ല എന്ന് തോന്നുന്ന സാധനങ്ങൾ കുറച്ച് ഞാൻ എപ്പോഴും നാട്ടിൽ പോയി വരുമ്പോൾ ഞാൻ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഞാനിതിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കുന്നത് ഈ ഒരു കാൻഡിൽ ലൈറ്റർ കേട്ടോ. അപ്പോൾ ഇത് മിക്ക പേരും കണ്ടിട്ടുണ്ടാവും, മിക്ക വ്ളോഗ്സിലും എല്ലാം കണ്ടിട്ടുണ്ടാവും. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനം കേട്ടോ. നമുക്ക് വീട്ടിൽ കാൻഡിൽസൊക്കെ കത്തിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം ഉള്ളത് ഭയങ്കര യൂസ്ഫുള്ളാണ്. എപ്പോഴും നമ്മുടെ സ്റ്റവ് ഓണാക്കിയിട്ട് ഒരു പേപ്പറൊക്കെ എടുത്ത് അങ്ങനെയൊക്കെയാണ് ഞാൻ കത്തിക്കാറുണ്ടായിരുന്നത്. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും ഈ ഒരു സാധനം വാങ്ങിക്കണം എന്നുള്ളത്. ഞാൻ നാട്ടിൽ പോയ സമയത്ത് എന്തായാലും കുറച്ച് സാധനം ഓർഡർ ആക്കുന്നുണ്ട്, അപ്പം ഈ ഒരു സാധനം വാങ്ങിക്കാമെന്ന് വിചാരിച്ച്. ഇത് യൂസ് ചെയ്യാനും നല്ല സുഖമാട്ടോ. ജസ്റ്റ് ആ ഒരു ഓൺ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്പാർക്ക് വരും. ആ ഒരു സ്പാർക്കിലാണ് നമ്മളുടെ ഈ ഒരു കാൻഡിൽ കത്തുന്നത് കേട്ടോ. പിന്നെ ഞാൻ നെക്സ്റ്റ് വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു സ്റ്റീമറാട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റീമർ മൈക്രോവേവ് സ്റ്റീമറാണ്. സാധാരണ നമ്മൾ അടുപ്പത്താണല്ലോ നമ്മൾ ആവിയൊക്കെ കയറ്റുക. അപ്പോൾ ഇത് മൈക്രോവേവിൽ വെക്കാൻ പറ്റുന്നൊരു സ്റ്റീമറാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ 2 ഇഡ്ഡലി തട്ടും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് മെയിൻലി വാങ്ങിച്ചത് എനിക്ക് ചോറൊക്കെ ചൂടാക്കണമെങ്കിൽ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബാക്കി വന്ന പുട്ട് അല്ലെങ്കിൽ പത്തിരി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനത്തെ ഒക്കെ ചൂടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് മൈക്രോവേവിൽ വെറുതെ വെക്കുന്ന സമയത്ത് കുറച്ചൊരു ഉറപ്പ് പോലെ തോന്നാറുണ്ട്. പക്ഷേ ഇങ്ങനെ സ്റ്റീം ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി അധികം സോഫ്റ്റായിട്ട് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ട് ഞാൻ അതിനാണ് ഇത് മെയിനായിട്ട് വാങ്ങിച്ചത്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു തട്ടും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇന്നിപ്പം ജസ്റ്റ് ഒന്ന് ഇടിയപ്പം ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാനിത് ഫസ്റ്റാണ് ഇതിൽ ഇടിയപ്പം ഉണ്ടാക്കി നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ 2 തട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഒരു തട്ടിൽ ഒന്ന് നമുക്ക് ആക്കി നോക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഇതുപോലെ ഇങ്ങനെ നമുക്ക് വെള്ളം ഒഴിച്ച് വെക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെയാണ് ഈ ഒരു പാത്രം വെച്ചിട്ട് പിന്നെ ഉള്ളിലേക്കാണ് ഈ ഒരു തട്ട് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. സാധാ നമ്മളുടെ നോർമൽ സ്റ്റീമറിൻ്റെ അതേ ഫങ്ഷൻ തന്നെയാണ്, പക്ഷേ ഇത് നമുക്ക് മൈക്രോവേവിൽ വെക്കാൻ പറ്റുന്നതാണെന്ന് മാത്രം. ഞാൻ മുന്നേ ഇതിൽ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു, കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മൾ നോർമൽ സ്റ്റീം ചെയ്ത് എടുക്കുന്ന പോലെ ഒരിക്കലും ഇതിനായിട്ട് കമ്പയർ ചെയ്യരുത് കേട്ടോ. കാരണം അത് വേറെ തന്നെയാണ്, അത് കുറച്ചും കൂടി ഒരു സോഫ്റ്റ് ഉണ്ടാവും. പക്ഷെ എന്നാലും നമുക്ക് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി കൊടുത്തപ്പം നല്ല രീതിയിലെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ഇഡ്ഡലി കഴിക്കില്ല, ഞാൻ അത്ര ഇഡ്ഡലി ഫാനല്ല. പക്ഷെ മോളും ഇക്കയും ഇഡ്ഡലി കഴിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ഇതിലായിട്ട് ഉണ്ടാക്കില്ല. കാരണം ഇത് പെട്ടെന്ന് തന്നെ പണി കഴിയുമല്ലോ. കാരണം അത്യാവശ്യം നല്ല നല്ല കുഴിയുള്ള ഒരു ഇഡ്ഡലി തട്ടുമാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേഗം ഒരു 1-2 മിനിറ്റിൽ പരിപാടി കഴിയും. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് അവളിൽ വെക്കേണ്ട ആവശ്യമല്ലേ ഉള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഇതിൽ ഇടിയപ്പം ഉണ്ടാക്കി നോക്കിയത്. അപ്പോൾ ഇടിയപ്പം ഞാൻ ഫസ്റ്റ് ട്രയൽ ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് വെച്ചപ്പോൾ ഞാനൊരു 3 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി, അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് എടുത്തു കഴിഞ്ഞപ്പം നന്നായി കുക്കായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ മുകളിൽ കുറച്ചൊന്നൊരു ഡ്രൈ ആയ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്ര സമയം വെക്കണ്ടെന്ന് എനിക്ക് തോന്നി. പക്ഷേ നല്ലോണം കുക്കായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കട്ട് ചെയ്തിട്ടൊക്കെ നോക്കി, ഉള്ളിലൊക്കെ കുക്കായിട്ടുണ്ടോയെന്നൊക്കെ നോക്കി. അപ്പോൾ നല്ല രീതിയിൽ തന്നെ കുക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ കുറച്ച് ഡ്രൈ പോലെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അപ്പം തന്നെ കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. മീൻസ് നമ്മൾ ഉണ്ടാക്കി അപ്പം തന്നെ കഴിക്കുകയാണെങ്കിൽ ഇത് നല്ല ഓക്കെയാണ്. പക്ഷേ നമ്മൾ ഉണ്ടാക്കി കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ്, അല്ലെങ്കിൽ ഇപ്പം രാവിലെ ഉണ്ടാക്കി നമ്മൾ രാത്രിയൊക്കെ അത് ബാക്കി വന്നതൊക്കെ രാത്രിയൊക്കെ എടുക്കുമല്ലോ, അങ്ങനെയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഇത് സജസ്റ്റ് ചെയ്യില്ല കേട്ടോ. നമ്മൾ നോർമൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കുന്നതാണ് നല്ലത്.
നെക്സ്റ്റ് വെച്ച സമയത്ത് ഞാൻ അത്ര സമയം വെച്ചില്ല, ഞാനൊരു 1 മിനിറ്റൊക്കെ വെച്ച് നോക്കി. അപ്പോൾ എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം മുകളിലൊന്നും ഡ്രൈ ആവാണ്ട് സോഫ്റ്റായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അപ്പം തന്നെ കഴിക്കുകയാണെങ്കിൽ മാത്രം കേട്ടോ എനിക്കിത് നന്നായിട്ട് തോന്നി, അല്ലെങ്കിൽ എനിക്കിത് അത്ര എഫക്റ്റീവായിട്ട് തോന്നിയില്ല. പിന്നെ അതുപോലെ തന്നെ ഞാനിത് 2 തട്ടുണ്ടല്ലോ അതിൽ, അപ്പോൾ 2 തട്ടും ഒരുമിച്ച് വെച്ചിട്ടത് ചെയ്ത സമയത്തും എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല കേട്ടോ. മീൻസ് ആ ഒരു ടെക്സ്ചറൊന്നും അത്ര ഇഷ്ടമായില്ല. പക്ഷെ ഓരോ തട്ട് വെച്ചിട്ട് നമ്മളൊരു 1-1.5 മിനിറ്റൊക്കെ വെച്ചിട്ട് കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് നല്ല അത്യാവശ്യം സോഫ്റ്റ്നെസ്സിൽ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്നൊക്കെ നമുക്കങ്ങനെ വലിയ സമയമൊന്നുമില്ല എന്ന് നമുക്ക് വേഗം ഉണ്ടാക്കി എടുക്കണമെന്നുണ്ടെങ്കിലൊക്കെ ഈ ഒരു സ്റ്റീമർ യൂസ് ചെയ്യാം. പക്ഷെ ഞാനിത് മെയിൻലി വാങ്ങിച്ചത് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചോറ്, പിന്നെ ബാക്കി വന്ന ഫുഡ് ഐറ്റംസൊക്കെ ചൂടാക്കാൻ, പിന്നെ രണ്ടാമത്തെ ഇഡ്ഡലി ഉണ്ടാക്കാനുമായിരുന്നു. കാരണം മോൾക്കൊക്കെ ഇഡ്ഡലി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾക്ക് ഈ 1, 2, 3 ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ നോർമൽ നമ്മളെ സ്റ്റീമറും കാര്യങ്ങളൊക്കെ എടുത്ത് ഉണ്ടാക്കുന്ന ആ ഒരു എഫർട്ട് അത്രയും വേണ്ടല്ലോ ഇതിന്. അപ്പോൾ അതിനാണ് ഞാനിത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഈ ഒരു മഗ്ഗാണ്. അപ്പം ഇതും എനിക്ക് നല്ല എന്താ പറയുക, നല്ല ക്യൂട്ടായിട്ട് തോന്നി. എനിക്കിത് ആ ഒരു നമ്മൾ ഓൺലൈൻ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് നമുക്ക് കിച്ചണിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഞാനിത് ഫോട്ടോയിൽ കണ്ടപ്പോൾ വിചാരിച്ചാൽ അത്ര വലിയ വലുപ്പമൊന്നും ഉണ്ടാവില്ല, ചെറിയ മഗ്ഗായിരിക്കുന്നതാണ്. പക്ഷെ അത് അത്യാവശ്യം നല്ല രീതിയിൽ ക്വാണ്ടിറ്റി കൊള്ളുന്ന ഒരു കപ്പാട്ടോ. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു പ്രിൻറ്റും കാര്യങ്ങളും ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി. ആ ഒരു സൺഫ്ലവറൊക്കെ വരുമ്പം എന്താ പറയുക, ഒരു പ്ലസൻറ്റ് ഫീലിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് 2 സെറ്റായിട്ടാട്ടോ വരുന്നത്. അപ്പം ഞാനിത് 2 സെറ്റിനും കൂടി എനിക്ക് തോന്നുന്നു 300 സംതിങ് എന്തോ ആയിരുന്നു. ആ ഒരു റേറ്റിന് ഇത് കുഴപ്പമില്ലാത്ത നല്ലൊരു മഗ്ഗാട്ടോ. കാണാൻ നല്ല രസമാണ്. നമുക്ക് ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് ഒരു ഡെക്കോർ പീസൊക്കെ ആയിട്ടൊക്കെ അത് യൂസ് ചെയ്യാം. നമ്മൾ ചെറിയ ചെറിയ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് യൂസ് ചെയ്യുകയാണെങ്കിലും കാണാൻ നല്ല രസമായിരിക്കും. പിന്നെ നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു പ്ലേസ് മാറ്റാട്ടോ. അപ്പോൾ ഇതിൻ്റെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ മീഷോന്ന് വാങ്ങിച്ചതാട്ടോ. അപ്പോൾ എനിക്ക് ഈ ജൂട്ട് ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് നമ്മൾ വീട്ടിൽ ആഡ് ചെയ്യുമ്പോൾ എന്തോ വീട്ടിലൊരു വേറെ തന്നെ ഒരു ഈസ്തെറ്റിക് ഫീല് വരുന്ന പോലെയാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു ജൂട്ട് ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിച്ചാട്ടോ. അപ്പോൾ ഇത് 6 പീസ് വരുന്നൊരു സെറ്റാണ്. 6 പീസ് വരുന്ന ഒരു സെറ്റിന് എനിക്ക് തോന്നുന്നു 200 സംതിങ് എന്തുള്ളത്. അത് ഭയങ്കര ചീപ്പാണ്. എസ്പെഷ്യലി നമ്മൾ UAE നിൽക്കുന്നവർക്ക് അറിയാം ഇങ്ങനത്തെ ഈ ജൂട്ട് ഐറ്റംസ് അല്ലെങ്കിൽ ഈ ജൂട്ടിൻ്റെ പ്ലേസ് മാറ്റ്സിനൊക്കെ എത്ര വരും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. മിനിമം നമ്മളൊരു 10 to 15 ദിർഹംസിൻ്റെ ഉള്ളിൽ എന്തായാലും വരും. അപ്പോൾ ഈ ഒരു റേറ്റിന് എനിക്കത് നല്ലൊരു ഡീലായിട്ട് തോന്നി. പിന്നെ അത് മാത്രമല്ല നല്ല ഫിനിഷിങ്ങും ഉണ്ട് കേട്ടോ. മീൻസ് അങ്ങനെ എന്താ പറയുക, ഒരു കച്ചറ ഫിനിഷിംഗ് ഒന്നുമല്ല, നല്ല ഫിനിഷിങ്ങിൽ തന്നെയാണ് ഉള്ളത്. പിന്നെ ഞാൻ നെക്സ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഒരു കോസ്റ്ററാണ്. ഈ കോസ്റ്ററും ഈ പറഞ്ഞ പോലെ തന്നെ എന്തോ ചെറിയ റേറ്റ് എന്തോ ഉള്ളൂ. അതും എനിക്ക് ഈ ഒരു പ്ലേസ് മാറ്റ്സിൻ്റെ കൂടെ നല്ല മാച്ചായിട്ട് പോകുന്ന പോലെ തോന്നി. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു കോസ്റ്റർ നമുക്ക് വേറെ പല രീതിയിലും നമുക്ക് യൂസ് ചെയ്യാം. കോസ്റ്ററായിട്ട് മാത്രമല്ല വേറെ പല രീതിയിലും യൂസ് ചെയ്തത്. അപ്പോൾ അത് ഞാൻ കമ്മിങ് വീഡിയോസിലൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് ഞാൻ എങ്ങനെയൊക്കെയാണ് അത് യൂസ് ചെയ്തതെന്നുള്ളത്. അപ്പം ഇതും എനിക്ക് നല്ലൊരു ഡീലായിട്ട് തോന്നിയിട്ടോ. ഈ ജൂട്ടിൻ്റെ ഐറ്റംസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സ്റ്റീൽ സ്ക്രബ്ബറാട്ടോ. അപ്പോൾ ഇത് നമ്മൾ നോർമൽ ടിപ്പിക്കൽ സ്റ്റീൽ സ്ക്രബ്ബർ പോലെയല്ല, ഭയങ്കര എന്താ പറയുക, നമ്മളൊരു ടൈം യൂസ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഷേപ്പെല്ലാം പോയി. പിന്നെ നമ്മൾ ഫുഡ് കഴുകുമ്പോഴൊക്കെ നമ്മൾ ആ ഫുഡിൻ്റെ ബാക്കി ഐറ്റംസൊക്കെ അതിൻ്റെ ഉള്ളിൽ പറ്റിപ്പിടിച്ചിരിക്കും. പിന്നെ അതൊക്കെ കഴുകി കളയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് എപ്പോഴും ഭയങ്കര എന്താ പറയുക, അത് യൂസ് ചെയ്യുമ്പോൾ ഒരു എന്താ പറയുക, ഒരു നീറ്റ്നെസ് അല്ലാത്ത പോലെ ഭയങ്കര ഫീൽ ചെയ്യലുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു, ഈ ഒരു സ്ക്രബ്ബർ. അപ്പോൾ ഇത് നല്ല ഉണ്ട് കേട്ടോ, നമുക്ക് നല്ല നീറ്റാണ് ഒന്നാമത്. പിന്നെ നമുക്ക് അത്യാവശ്യം നമുക്ക് നന്നായിട്ട് ഉരച്ച് കഴുകാനൊക്കെ പറ്റും കേട്ടോ. നമുക്ക് ചെറിയ ചെറിയ പറ്റിപ്പിടിച്ചതൊക്കെ നമുക്ക് ഈ ഒരു ഇതിൽ തന്നെ പോയി കിട്ടും. വലിയ പറ്റിപ്പിടിച്ചത് പോകുമെന്ന് ചോദിച്ചാൽ അത് മറ്റേ സ്റ്റീൽ സ്ക്രബ്ബറിൻ്റെ പോലെ അത്ര പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഞാനത്ര യൂസാക്കി നോക്കിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു നോർമൽ യൂസിനൊക്കെ ഈ ഒരു ഇത് നല്ല യൂസ്ഫുള്ളാണ്. ഒന്നാമത് കുറച്ചും കൂടിയും ഒരു ഹൈജീൻ ഫീലിംഗ് ഉണ്ട്. കാരണം അതിൽ ഫുഡൊന്നും അങ്ങനെ പറ്റിപ്പിടിച്ച് കിടക്കില്ല, നമുക്ക് ക്ലീൻ ആക്കാനൊക്കെ എളുപ്പമായതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചും കൂടി ഒരു ഹൈജീൻ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു.
പിന്നെ നെക്സ്റ്റ് വണ്ണാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കേട്ടോ, ഈ ഒരു ഫ്രിഡ്ജിൽ വെക്കുന്ന പോട്ട്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് പ്ലാന്റ് പോട്ട്സ്. ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട്, ഇത് ഞാൻ മീഷോയിൽ കണ്ട ഉടനെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് സെറാമിക്കിലാണ് വരുന്നത്. അപ്പോൾ സെറാമിക്കിൽ നമുക്ക് മാഗ്നറ്റ്സ് ഒക്കെ വന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ നമുക്കിങ്ങനെ മാഗ്നറ്റിക് ആയിട്ടുള്ള നമുക്ക് മൈക്രോവേവിൽ അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റും. ഇപ്പം എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം, മിക്ക എല്ലാ സ്ഥലത്തും ചെടികളുണ്ട്. അപ്പോൾ ഇനിയിപ്പം ഫ്രിഡ്ജും അവനും കൂടിയേ ബാക്കിയുള്ളൂ. അപ്പോൾ അവിടെയും കൂടി കുറച്ച് ചെടികൾ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ഐറ്റം കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിന് മീഷോയിൽ ഞാൻ 200 സംതിങ്ങോ അങ്ങനെ എന്തോ ആണ് ഇതിന് റേറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്തിന് ഞാൻ ആമസോണിൽ നോക്കിയ സമയത്ത് ഇതിന് കുറച്ചും കൂടി റേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് റേറ്റ് കുറവ് മീഷോയിലാണ് തോന്നിയത്. പിന്നെ എനിക്ക് ഒരിതുള്ളത്, ഞാൻ ഓർഡർ ചെയ്ത കളറല്ലായിരുന്നു കേട്ടോ ഇത്. ഞാൻ വേറൊരു ബ്ലൂവും വേറൊരു കളറുമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ വന്നപ്പോൾ ഈ ഒരു കളറായിരുന്നു. പക്ഷേ ഈ ഒരു കളറും കുഴപ്പമില്ല കേട്ടോ, കാരണം കളറിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ഡിസൈനും കാര്യങ്ങളൊക്കെ സെയിം ആണ്. പിന്നെ കാണാനും നല്ല രസമുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിലാണെങ്കിൽ നല്ല സ്ട്രോങ് മാഗ്നറ്റ്സ് ആട്ടോ വരുന്നത്. നല്ല 4 സ്ട്രോങ് ആയിട്ടുള്ള നല്ല 4 മാഗ്നറ്റ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് വീണ് പോകുമെന്നോ അങ്ങനെയുള്ള ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട. നമ്മൾ ഫുള്ള് വെള്ളം നിറച്ചിട്ട് ചെടി വെച്ചാലൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇത് വന്ന് അന്ന് മുതൽ തന്നെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാനിത് ഫോട്ടോയിൽ കണ്ട സമയത്ത് ഞാനിത് ഭയങ്കര ചെറുതാണെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇത് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. പിന്നെ ഉള്ളിലുള്ള ആ ഒരു ഹോൾ ഉണ്ടല്ലോ, ആ ഒരു ഹോളും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. നമുക്ക് കുറച്ചൊരു വലിയ ചെടിയൊക്കെ വെക്കണം എന്നുണ്ടെങ്കിലൊക്കെ അതിനൊക്കെ പറ്റിയ സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചെടികൾ ഇഷ്ടപ്പെടുന്നവരാണ്, ഇങ്ങനെ എല്ലായിടത്തും കുറച്ച് ഗ്രീനറൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് വാങ്ങിച്ചു നോക്കുക. നല്ല അടിപൊളി സാധനമാണ്. ഞാൻ വാങ്ങിച്ചാലും എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഒരു സാധനം കേട്ടോ. പിന്നെ ഞാൻ നെക്സ്റ്റ് കാണിക്കുന്നത് കുറച്ച് ജൂട്ട് ബാസ്ക്കറ്റ്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ എപ്പോൾ നാട്ടിൽ പോകുമ്പോഴും കൊണ്ടുവരുന്ന ഒരു സാധനമാണ് ജൂട്ടിൻ്റെ ബാസ്ക്കറ്റ്. കാരണം ജൂട്ടിൻ്റെ സാധനങ്ങളൊക്കെ നാട്ടിൽ ഭയങ്കര ചീപ്പാണ്. പക്ഷേ ഇവിടെ നമ്മൾ UAE വാങ്ങുന്ന സമയത്ത് കുറച്ചൊരു എക്സ്പെൻസീവ് സൈഡാണ്. അപ്പോൾ ഇങ്ങനത്തെ ബാസ്ക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നമുക്ക് എന്താ പറയുക, വീട്ടിനൊരു നല്ലൊരു ഫീല് കിട്ടും, നല്ലൊരു എസ്തെറ്റിക് ഫീല് കിട്ടും. ഞാൻ കുറേ ചെടികളൊന്നും അങ്ങനെ ചട്ടിയിൽ വെക്കാറില്ല. ചട്ടിയില്ലെങ്കിൽ ഞാൻ നമ്മളുടെ യോഗട്ടിൻ്റെ കണ്ടെയ്നേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിലൊക്കെ അങ്ങനെ നിറച്ചിട്ടൊക്കെ ഞാൻ വെക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാനും നമുക്ക് ഇങ്ങനത്തെ ബാസ്ക്കറ്റ്സ് യൂസ് ചെയ്യാം. ഇത് നമ്മൾ ആ ഒരു യോഗട്ട് കണ്ടെയ്നർ നമ്മൾ ഈ ബാസ്ക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഇറക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു വൃത്തികേട് മാറി കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഞാനിത് ചെടി വെക്കാൻ മാത്രമല്ല, നമുക്ക് നമ്മളുടെ ഡെസ്ക് ഓർഗനൈസ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളുടെ ഡ്രസ്സിങ് ടേബിളൊക്കെ ഓർഗനൈസ് ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങൾക്കും ഞാനിത് യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ 2 ഞാനൊരു 3 പീസ് വരുന്ന സെറ്റും പിന്നെ ഒന്ന് 2 പീസ് വരുന്നൊരു സെറ്റുമാണ്. ഇതിനൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 200-300 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. 3 പീസ് സെറ്റാണെങ്കിൽ പോലും ആ റേഞ്ചിലേ വരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു അത് നമ്മൾ ഇവിടെ വെച്ച് നോക്കുമ്പോൾ നമുക്കത് ഭയങ്കര ചീപ്പാണ്. ക്വാളിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ക്വാളിറ്റിയും നല്ല അടിപൊളി ക്വാളിറ്റി ആട്ടോ. ഞാൻ ഈ ഇത്രയും റേറ്റ് കുറവായതുകൊണ്ട് ഞാൻ വിചാരിച്ച് വലിയ ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല, അവിടെയും ഇവിടെയൊക്കെ നൂലൊക്കെ പൊന്തിയിട്ടൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ച്. പക്ഷെ നല്ല അടിപൊളി ക്വാളിറ്റി ആട്ടോ, നല്ല നീറ്റായിട്ടുള്ള ബാസ്ക്കറ്റ്സ് ആട്ടോ. അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് റിവ്യൂസൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റിൻ്റെ സജഷൻസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ആക്കിയിട്ട് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോസും മറ്റ് വീഡിയോസൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ ടേക്ക് കെയർ, ബൈ.